ചമാരെ തികച്ചും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നിങ്ങളേതും കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം, ഒന്നിൽ കൂടുതൽ സ്ട്രാപ്പ് ഉള്ള ഒരു വാച്ച് വേണം എന്നാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്മാർട്ട് വാച്ചാണ് സ്മാർട്ട് ബെറിയുടെ അൾട്രാ 2 തന്നെ വരുന്ന A39ZK എന്നുള്ള 3 പെയർ സ്ട്രാപ്പ് വരുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഇതിനായിട്ട് നമുക്ക് അൺബോക്സിന് വേണ്ടി തന്നുള്ളത് കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിൻ്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത്യാവശ്യം വലിയ ഒരു ബോക്സ് ഏരിയയാണ് കൊടുത്തുള്ളത്. വാച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള വലിയൊരു ഫോട്ടോയും നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്മാർട്ട് വാച്ച് എങ്ങനെയുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ വാച്ചിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ കമ്പനിയുടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഹർഫിം എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള സെപ്പറേറ്റ് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതാണ്. നേരെ ഈ ഒരു യൂസർ മാനുവൽ നമുക്ക് മാറ്റി വെക്കാം. നമുക്കിവിടെ 3 സ്ട്രാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന 3 സ്ട്രാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വയർലെസ് ചാർജർ ഉണ്ട്. അത്യാവശ്യം ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. 1 മീറ്റർ ലെങ്ത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡയലും നമുക്ക് കാണാൻ സാധിക്കും. 49 mm ഈ ഒരു ഡയൽ നമുക്ക് വന്നത്. അത്യാവശ്യം വലിയ തടിച്ച ഒരു ഡയലാണ് നമുക്ക് വന്നിട്ടുള്ളത്. 3 കളർ സ്ട്രാപ്പും നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അൾട്രാ 2 എന്ന സീരീസിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഡയലും നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അൾട്രയിൽ കണ്ടിട്ടുള്ള അതേ എല്ലാ സെറ്റിങ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്മാർട്ട് ബെറിയുടെ A39ZK എന്നുള്ള സ്മാർട്ട് വാച്ച് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പീക്കർ ഏരിയ കാണാൻ സാധിക്കും. ആക്ഷൻ ബട്ടൺ നമുക്കിവിടെ നമ്മുടെ സ്പോർട്സ് മോഡ് മാത്രം സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. പുറകുവശത്തായിട്ടാണ് ഇതിൻ്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് 2 ബട്ടൺ വന്നിട്ടുണ്ട്. 2 ബട്ടൺ ഒന്ന് പവർ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെനു കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് സ്പീക്കർ നമുക്ക് ഇതിൻ്റെ മൈക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഒരു ഡിസ്പ്ലേ ഏരിയ വന്നിട്ടുണ്ട്. 2.2 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നമുക്ക് വരുന്നത്. സ്ട്രാപ്പിന് നമുക്ക് ലോക്കൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഐറ്റം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് കൂടി നമുക്ക് നോക്കാം. ക്രൗൺ ബട്ടൻ്റെ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാച്ച് ഓൺ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡയൽ മോഡുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ ഡയൽ മോഡുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്താൽ മാത്രമാണ് ഓൺ ഫോട്ടോ ഒക്കെ നമുക്ക് വാൾപേപ്പറാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഹാഫ് ഡിസ്പ്ലേയിൽ നമുക്ക് സ്പോർട്സ് മോഡ്, സെറ്റിങ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ഹാഫ് ഡിസ്പ്ലേയിൽ വരുന്നത്. അതുപോലെ ഡേറ്റ്, ടൈം കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിൽ നിന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനാണ്. നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളാണ് നമുക്ക് മുകളിൽ നിന്ന് കാണിക്കുന്നത്. താഴെ നിന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ സെറ്റിങ്സിൽ വരുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് കാണുന്നത് ബ്ലൂടൂത്ത് ആണ്, നമ്മൾ ഫോണുമായി കണക്ട് ചെയ്യുന്ന വേണ്ടിയിട്ട്. അതുപോലെ സെറ്റിങ്സിൽ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഹാൻഡ് ലൈറ്റ്, സ്ലൈഡ്, ഡു സിസ്റ്റം മോഡ്, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് 24 hours കാര്യങ്ങൾ ഇതൊക്കെ മാറ്റി ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫൈൻഡ്, ലാംഗ്വേജ്, പാസ്വേഡ്, സ്റ്റൈല്, അത് അത്യാവശ്യം സെറ്റിങ്സിൽ വേണ്ട എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും ഉള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. QR കോഡ്, നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ QR കോഡ്, അതുപോലെ തന്നെ ടീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, മ്യൂസിക് പ്ലെയർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഡയൽ മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെനു സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്രൗൺ ബട്ടണാണ് നമ്മൾ യൂസ് ചെയ്യണം. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മെനു സെലക്ട് ചെയ്യാൻ സാധിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡയൽ മോഡുകൾ നമുക്ക് മാറുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ഡിസ്പ്ലേയുടെ സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ച് ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ക്വാളിറ്റിയിൽ വലിയ കോംപ്രമൈസ് ഒന്നും കമ്പനി കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ എന്തായാലും ചെറിയ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം, അവർക്ക് സ്മാർട്ട് വാച്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് സ്മാർട്ട് ബെറിയുടെ A39ZK അൾട്രാ 2 എന്നുള്ള സ്മാർട്ട് വാച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ഒന്ന് കേസ് എന്തായാലും എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ.